ADGP MR അജിത് കുമാറിനെതിരെ വീണ്ടും വിമർശനം ഘടിപ്പിക്കുന്നു PV അൻവർ MLA. ADGP കള്ളപ്പണം സമ്പാദിച്ചതിന് തെളിവുണ്ടെന്ന് PV അൻവർ എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സോളാർ കേസ് അട്ടിമറിക്കാൻ ലഭിച്ച പണം ഉപയോഗിച്ചാണ് ADGP കവടിയാൽ ഒരു ഫ്ളാറ്റ് വാങ്ങിയതെന്നും PV അൻവർ ആരോപിച്ചു. ADGP MR അജിത് കുമാറിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ഇന്ന് നീതി പ്രതീക്ഷിക്കുമെന്നും PV അൻവർ MLA അഭിപ്രായപ്പെട്ടു. സോളാർ കേസ് അട്ടിമറിക്കാൻ MR അജിത് കുമാർ തുടക്കം മുതലേ പരിശ്രമിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. റെക്കോർഡ് പ്രകാരം 33,80,000 വാങ്ങിയ ഒരു ഫ്ലാറ്റ് 10 ദിവസം കഴിഞ്ഞിട്ട് 65 ലക്ഷം രൂപക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമായൊരു കാര്യമാണോ? ഈ മാജിക്ക് എന്താണ് എന്ന് ഈ വിജിലൻസ് അന്വേഷിക്കട്ടെ. ഞാൻ അന്നേ പറയുന്നുണ്ട് പണം വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങൾ സോളാർ കേസ് അട്ടിമറിച്ചതെന്ന്. ബഹുമാനപ്പെട്ട DGPക്കും മുഖ്യമന്ത്രിക്കും നമ്മൾ പരാതി നൽകുന്നുണ്ട്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ആരോപണത്തിൻ്റെ ഒരു പെരുമഴയായിരുന്നു ഇദ്ദേഹം പെയ്യിച്ചത്. PV അൻവർ MLAയുടെ ആരോപണങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വിപിൻ സി വിജയൻ മഞ്ചേരിയിൽ നിന്ന് ചേരുന്നു. മഞ്ചേരിയിൽ നിന്നായിരുന്നു അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടത്. വിപിൻ സി വിജയൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നതിന് തൊട്ടു മുൻപാണ് PV അൻവർ ADGPക്കെതിരെയും P ശശിക്കെതിരെയുമുള്ള ആരോപണങ്ങൾ കടുപ്പിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ പ്രധാനമായും ADGPക്കെതിരെ ഈ സോളാർ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നു, അന്ന് ലഭിച്ച പണം ഉപയോഗിച്ച കവടിയാറിൽ ഒരു ഫ്ളാറ്റ് വാങ്ങിയെന്നുള്ള ആരോപണമാണ്. ഈ ഫ്ളാറ്റ് ഫെബ്രുവരിയിലാണ് വാങ്ങിയത്. അത് 33 ലക്ഷം, ഏറ്റവും കുറവ് പൈസയ്ക്കാണ് ആ ഫ്ളാറ്റ് കൈക്കലാക്കിയത്. അത് 33 ലക്ഷത്തിനായിരുന്നു. എന്നാൽ 10 ദിവസത്തിനകം തന്നെ 69 ലക്ഷത്തിന് അത് മറച്ചു വിൽക്കുകയും ചെയ്തു. എന്ത് മാജിക്കാണ് ഇതിൽ നടന്നത്? 10 ദിവസത്തിനുള്ളിൽ തന്നെ ഇരട്ടി പൈസയ്ക്ക് എങ്ങനെയാണ് ഒരു ഫ്ളാറ്റ് വാങ്ങി മറച്ചു വിൽക്കാൻ സാധിച്ചത്? ഒപ്പം തന്നെ അതിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കുന്നതിലും വലിയ രീതിയിലുള്ള കൃത്രിമം നടത്തി. അതിന് അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ടാണ് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കുന്നതിൽ നിന്നും പണം ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ സോളാർ കേസ് അട്ടിമറിക്കുന്നതിന് ലഭിച്ച പണം ഉപയോഗിച്ചാണ് ഫ്ളാറ്റ് വാങ്ങിയത് എന്നുള്ള ഗുരുതര ആരോപണമാണ് ഇന്ന് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അതിന്റെ തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടു. ഈ ഫ്ളാറ്റ് വാങ്ങിയതിന്റെ രേഖകൾ ഉൾപ്പെടെയാണ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ആരോപണങ്ങളിൽ പൂരം കലക്കിയതല്ല, ADGP കലക്കിച്ചതാണ്. അത് എഴുതി കൊടുത്തു. എങ്ങനെയാണ് ആ പൂരം നശിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അലങ്കോലപ്പെടുത്തേണ്ടത് എന്നുള്ളത് എഴുതി കൊടുത്തു എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഇന്ന് ആവർത്തിക്കുകയാണ് PV അൻവർ. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഇന്ന് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആഭ്യന്തരമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ലേ? പോലീസിൽ നടക്കുന്ന ഇത്രയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ, ഒരാഴ്ചയായി താൻ നോക്കിയിട്ടില്ല, പക്ഷേ കഴിഞ്ഞ ആഴ്ച വരെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് P ശശി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാധാരണക്കാരും മുഖ്യമന്ത്രിയിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു മറയായി P ശശി നിൽക്കുകയും ചെയ്തു. അത് മുന്നണിക്ക് തന്നെ മാനക്കേട് ഉണ്ടാക്കി. ഇത്രയും വലിയൊരു മാനക്കേട് മുന്നണിക്കും പാർട്ടിക്കും ഉണ്ടാക്കിയത് P ശശിയാണ്. അദ്ദേഹത്തിന് ഇതൊന്നും അറിയാത്തതല്ല, പക്ഷേ ആർക്കോ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായി P ശശി പ്രവർത്തിച്ചു എന്നുള്ള ആരോപണം കൂടിയാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം ADGPക്കെതിരെ ഇന്ന് ഈ ഫ്ളാറ്റ് ആരോപണം ഉൾപ്പെടെ വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും ഇന്ന് തന്നെ ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ തന്നെ PV അൻവർ കത്ത് നൽകും എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ADGPക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൂടി PV അൻവർ ഇന്ന് പറയുന്നു. വിപിൻ സി വിജയനാണ് മഞ്ചേരിയിൽ നിന്ന് ചേർന്നത്. മഞ്ചേരിയിലെ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ആരോപണത്തിന്റെ പെരുമഴയുമായി വന്നത്. PV അൻവർ MLA ഇന്ന് രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരെ കാണാനിരിക്കെ PV അൻവർ MLA നീതി പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കുറേ അധികം ആരോപണങ്ങളുമായി അദ്ദേഹം ഇന്നും രംഗത്ത് വന്നത്. ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ആവർത്തനമായിരുന്നു ഇന്ന് കണ്ടത്. റീന സതീശൻ പറയുന്നു, പൊന്നമ്മ കാര്യമാണ്, അമ്മയുടെ ആ മകൾക്ക്, അമേരിക്കയിൽ താമസിക്കുന്ന മകൾക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഒന്ന് വരാമായിരുന്നു എന്ന് പറയുന്നു. റീന, നമുക്കറിയില്ല എന്തുകൊണ്ടാണ് അമേരിക്കയിൽ താമസിക്കുന്ന മകൾക്ക് വരാൻ കഴിയാതെ പോകുന്നത്. എന്തെങ്കിലും കാര്യമായ അസൗകര്യം ഉണ്ടെങ്കിൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്താൻ കഴിയില്ല. മിനി ബാബു പറയുന്നു, സാർ ശ്രുതി തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. ഇന്നത്തെ എല്ലാ നെഗറ്റീവ് വാർത്തകൾക്കിടയിൽ കണ്ട ഏറ്റവും നല്ല പോസിറ്റീവ് വാർത്ത അതാണ്. മനക്കരുത്തുള്ള കുട്ടിയാണ്, എല്ലാവരുടെയും പ്രാർത്ഥന. ഒരിക്കലും ആ കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വേണ്ടാത്ത വിമർശനങ്ങളൊന്നും നടത്തരുത്. കാരണം ആ കുട്ടി തനിച്ചായിട്ട് പോലും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുകയാണ്. ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നടന്നു കയറാൻ ആ കുട്ടിയെ നമ്മൾ കൈപിടിച്ച് നടത്തുകയാണ് വേണ്ടത് എന്നുകൂടി അറിയാൻ ശ്രുതിക്ക് എല്ലാവിധ പിന്തുണയുമായി നമ്മൾ ഒപ്പം ഉണ്ടാകും.